മൈ വീക്കെൻഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തമിഴിൽ കാണുന്ന പോലെ തന്നെ ഹീറോ എക്സ്പൾസ് 200 ടെസ്റ്റ് റൈഡ് ആണ്. എൻ്റെ അടുത്ത് തന്നെയാണ് ഷോറൂം, ആർടി കൃഷ്ണ ഹീറോ ഷോറൂം. എല്ലാ ഷോറൂമും ചെക്ക് ചെയ്ത് ഇവിടെ മാത്രമേ വണ്ടി അവൈലബിൾ ഉള്ളൂ. ടെസ്റ്റ് റൈഡിൻ്റെ കമ്പനി അധികം ഈ ടെസ്റ്റ് റൈഡിലെ വണ്ടി അധികം ഷോറൂമിൽ കൊടുക്കുന്നില്ല. നല്ല പെർഫോം ചെയ്യുന്ന ഷോറൂം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഷോറൂമാണ്, കുറച്ച് പ്രീമിയം ഷോറൂമാണ്. വണ്ടി വേഗം ഡെലിവറി ആയി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസും പിന്നെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നേരെ ഷോറൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മാപ്പ് പ്രകാരം ഷോറൂം എത്താനായി. അതാ ഷോറൂം, ഇതാണ് ഷോറൂം. അപ്പം നമ്മൾ വണ്ടി നേരെ ഇവിടെ പുറത്ത് പാർക്ക് ചെയ്ത് നേരെ ഷോറൂമിനുള്ളിലേക്ക് കിടക്കാം. ഇവിടെ പുറത്ത് തന്നെയാണ് പാർക്കിംഗ് തോന്നുന്നു. സെക്യൂരിറ്റി പറഞ്ഞു അവിടെ തന്നെ വെക്കാൻ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അതാ കിടക്കുന്നത്. കുറേ എക്സ്പൾസുകൾ, പിന്നെ സ്പ്ലെൻഡർ, ഇതൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇറക്കിയ വണ്ടികളാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമ്പോൾ എക്സ്പൾസ് എത്രത്തോളം വിറ്റ് പോകുന്നുണ്ടെന്ന്. നിരനിരയായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പം എന്തായാലും നമുക്ക് ഷോറൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം നമുക്ക്. വാവ്, അതാ 3 എക്സ്പൾസ് 3 കളറിൽ അവൈലബിൾ ഉള്ളത്. 3ഉം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഷോറൂമിൽ. അപ്പം ഹെഡ്ലൈറ്റൊക്കെ സൂപ്പറാണ്. ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട് ഹെഡ്ലൈറ്റിന് നടുക്ക്. അതിനുള്ളിൽ ഒരു ബ്രാൻഡിങ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്ക് അത്യാവശ്യം നല്ല ട്രാവലിംഗ് ഉള്ള ഫോർക്കാണുള്ളത്. ഓഫ് റോഡിന് പറ്റിയ ഫോർക്കാണത്. പിന്നെ സൈലൻസർ അത്യാവശ്യം പൊന്തിയിട്ടാണുള്ളത്, കയറ്റി വെച്ചിട്ടുള്ളത്. അത് തന്നെ അത്യാവശ്യം ഡീപ്പുള്ള വെള്ളത്തിൽ കൂടി പോകാനും യാത്ര ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയാണ് വണ്ടീൻ്റെ. സീറ്റും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റാണെന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ ഓടിച്ചതിന് ശേഷം മനസ്സിലാവും നമുക്ക് എത്രത്തോളം സീറ്റ് ഉപയോഗപ്രദമാണെന്നുള്ളത്. ഡബിൾ പോകുമ്പോൾ അറിയില്ല, സിംഗിൾ ഓക്കെയാന്ന് തോന്നുന്നു സീറ്റ്. ബട്ടൺ ടയറൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ഓഫ് റോഡ് ഓൺ റോഡ് ലുക്കാണ് വണ്ടിക്കുള്ളത്. ഇത് എക്സ്പൾസിൻ്റെ വേറൊരു വേർഷനാണ്, റാലി കിറ്റ്. ഇത് കമ്പനിയിൽ തന്നെ നമ്മൾക്ക് ഇൻബിൽട്ടായിട്ട് വരും. ഇതുപോലെ 50,000 എക്സ്ട്രാ ആണ് മറ്റേ നോർമൽ എക്സ്പൾസ് വെച്ചിട്ട്. ഇതിന് സസ്പെൻഷനൊക്കെ കുറച്ചും കൂടി ഹൈറ്റാണ്. പിന്നെ ബട്ടൺ ടയർ ഇതൊക്കെയാണ് ഇതിന് വ്യത്യാസം. പിന്നെ സീറ്റ് ഹൈറ്റും കുറച്ച് കൂടുതലാണ്. കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റ് അതിന് വരുന്നത്. ബാക്കിലും ബട്ടൺ ടയറാണ്, ഫ്രണ്ടിലും ബട്ടൺ ടയർ. ബാക്കിലും സസ്പെൻഷനും കുറച്ചും കൂടി ഹൈറ്റിലാണ് സസ്പെൻഷൻ ഉള്ളത്. ബാക്കിലെ സസ്പെൻഷൻ എനിക്ക് തോന്നും പോലെ മറ്റേ വണ്ടിനേക്കാൾ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. കയറി ഇരിക്കുമ്പോഴും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. മെയിൻ സസ്പെൻഷൻ സെറ്റിങ്ങും പിന്നെ ടയറും അതാണ് ആ നോർമൽ എക്സ്പൾസും ഈ ആക്ച്വലി ട്രാക്കിന് വേണ്ടിയിട്ടുള്ള എക്സ്പൾസും തമ്മിൽ വ്യത്യാസം.
അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനുള്ള വണ്ടി കൈ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലൂ കളറാണ് വണ്ടി ടെസ്റ്റ് ഡ്രൈവിനുള്ളത്. അതിൻ്റെ മീറ്റർ എന്തോ വർക്ക് ചെയ്യുന്നില്ല. അവർ കേബിൾ കട്ടാക്കിയിട്ടാണ് ഡൗട്ടുണ്ട്. മീറ്റർ എന്തോ വർക്ക് ചെയ്യുന്നില്ല. വണ്ടി കയറി ഇരിക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ഉള്ളത്, നല്ലൊരു കുറച്ച് മേലോട്ട് കയറി വണ്ടീന് മേലെ കയറിയിരിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് വണ്ടി ഉള്ളത്. പിക്കപ്പൊക്കെ അടിപൊളിയാണ് വണ്ടീൻ്റെ. പിന്നെ ഓൺ റോഡും അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി. നല്ല ബാലൻസൊക്കെ നല്ല ബാലൻസിങ് ഉണ്ട് വണ്ടിക്ക്. സെൽഫ് ബാലൻസിങ് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഓഫ് റോഡിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയാന്ന്. ആ ഒരു കുണ്ടും കുഴിയൊന്നും അറിയുന്നതേ ഇല്ല. അത്രയും സ്മൂത്തായിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഇതിൻ്റെ. തീരെ മനസ്സിലാവുന്നില്ല. വേറെ എൻ്റെ CBR ഒക്കെ എടുത്ത് പോകുമ്പം ഞാൻ ഒന്ന് പേടിക്കും ഇതിൽ കൂടി ഓടിക്കാൻ. പക്ഷെ ഇപ്പം ഒരു നല്ലൊരു കോൺഫിഡൻസ് ആണ് വണ്ടി ഒരു ഇങ്ങനെ ഓഫ് റോഡിലേക്കൊക്കെ എടുക്കുമ്പോൾ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകാൻ എന്നോട് പറഞ്ഞത്. ലെഫ്റ്റ് എടുത്തിട്ട് ഡെഡ് എൻഡ് പോയിട്ട് തിരിച്ച് റിട്ടേൺ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രാക്ക്. എന്താ വെച്ചാൽ എന്തിനാണ് ട്രാക്കാന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റ് റൈഡ് തരുന്ന ആ ഒരു ട്രാക്ക്. ശരിക്കും ഇങ്ങനത്തെ വണ്ടിക്ക് കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ട്രാക്കും കൂടി അവർ പ്രൊവൈഡ് ചെയ്യണം ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ. ആ വണ്ടീൻ്റെ മൊത്തത്തിലുള്ളൊരു കാപ്പബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നല്ല സ്പീഡും കിട്ടുന്നുണ്ട് വണ്ടി. നല്ല പിക്കപ്പും നല്ല സ്പീഡും. ആ മിഡ് റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല പിക്കപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ വണ്ടി ആണ് ഡെഡ് എൻഡ്. ഇവിടം വരെ എത്തിയിട്ട് ഇവിടുന്ന് തിരിച്ച് യൂട്ടേൺ എടുത്ത് പോകണം. അത്യാവശ്യം ഒരു നല്ല സ്പീഡിലാണ് വണ്ടി ഞാൻ ഓടിക്കുന്നത്. മീറ്റർ വർക്കാവാത്തതുകൊണ്ടാണ് സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൻ്റെ സ്പീഡ്. പക്ഷേ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് വണ്ടിയിൽ പോകുമ്പോൾ. പിന്നെ കുറച്ച് സ്റ്റാൻഡിങ്ങിൽ ഓടിക്കാൻ പോവാം. സ്റ്റാൻഡിങ്ങിൽ ഓടിക്കാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നോക്കിയതാണ്. സ്റ്റാൻഡിങ്ങിലും വലിയ സീനില്ല ഓടിക്കാൻ. ഇനി തിരിച്ച് അതേ വഴി തന്നെ തിരിച്ച് ഇനി ഷോറൂമിലേക്ക് പോകണം. ഒന്നുകൂടി നമുക്ക് ഓഫ് റോഡ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ആക്ച്വലി ഈ വണ്ടിയിൽ പോകുമ്പോൾ ഓഫ് റോഡ് ഓടിക്കാണ് പിന്നെയും ഒരു താല്പര്യം വരുന്നത്, മറ്റേ ഓൺ റോഡ് ഓടിക്കുന്നതിനേക്കാളും. കുറച്ച് ഒരു ഫൺ ഫീലിംഗ് ആണ് ഓഫ് റോഡിൽ ഈ വണ്ടി പോകുമ്പോൾ. നല്ല ഒരു കോൺഫിഡൻസ് കിട്ടും നിങ്ങൾക്ക് വണ്ടി എടുത്ത് ഓഫ് റോഡിൽ പോകുമ്പോൾ ഓൺ റോഡിനേക്കാളും. ഓൺ റോഡ് നല്ലതാണ്, മോശം എന്ന് പറയുന്നില്ല. വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട്. വണ്ടിയിൽ ആ ഇൻട്രസ്റ്റ് തന്നെ ആയിപ്പോയി ഞാൻ. ഇനി ആരോടെങ്കിലും ചോദിച്ചു നോക്കണം. വഴി തെറ്റിയെന്ന് തോന്നുന്നു. കുറച്ചും കൂടി മുന്നോട്ട് പോയി ചോദിച്ചു നോക്കാം. വാവ്, നല്ലൊരു ചാട്ട ചാടിയത്. പക്ഷേ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ജമ്പായിരുന്നത് ഹമ്പിൽ. ഈ വണ്ടിക്ക് അനായാസമായിട്ട് ആ ഹമ്പൊക്കെ സുന്ദരമായിട്ട് ചാടുന്നുണ്ട്. ഒരു സീനേ ഇല്ല. നമ്മൾ ആ സ്പീഡ് ഒരു ചെറിയായിട്ട് സ്പീഡ് കുറച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇന്ന് സ്റ്റാൻഡിങ് ആംഗിൾ തീരെ പേടിക്കണ്ട.
എനിക്ക് വഴി തെറ്റി ഉറപ്പായി. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഒന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ മാപ്പ് നോക്കിയിട്ട് നമുക്കൊന്ന് മാപ്പ് നോക്കി നോക്കാം. മാപ്പ് കാണിക്കുന്നത് തിരിച്ചു പോകാനാണ് കാണിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നു പോയി. അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ചെടുക്കാം വണ്ടി. പിന്നെ എനിക്ക് ഓഫ് റോഡ് തന്നെയാണ് പോകാൻ തോന്നുന്നത്. പ്രത്യേകതരം ഫീലിംഗ് ആണ് ഓഫ് റോഡിൽ വണ്ടി എടുക്കുമ്പോഴുള്ളത്. ഓ, നല്ല അടിപൊളിയായി ചാടുന്നുണ്ട് ഹമ്പ്. ഓക്കെ റെഡ് കളറിൽ ആ ബോർഡ് കാണുന്നുണ്ട്. ഹീറോൻ്റെ എത്തിപ്പോയി. സോ ഫൈനലി വി റീച്ച്ഡ്. നേരെ വണ്ടി അകത്ത് കയറ്റി പാർക്ക് ചെയ്യാം. നല്ലൊരു ഫീലിംഗ് വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം. ഒരു പ്രാവശ്യം എക്സ്പൾസ് ടെസ്റ്റ് റൈഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആ വണ്ടി ഇത്രയും പെട്ടെന്ന് വാങ്ങണമെന്ന ഫീലിംഗ് മനസ്സിലുണ്ടാവും. അപ്പം നമ്മൾ എക്സ്പൾസ് നമ്മളെ മുമ്പ് തന്നെ ഉണ്ട്. വണ്ടി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിന് സസ്പെൻഷനും ഒക്കെ പൊളി, അടിപൊളി വണ്ടി. പിന്നെ അത്യാവശ്യം നല്ല അടിപൊളി പവറും ഉണ്ട്. 200 cc തന്നെ അത്യാവശ്യം നല്ല പിക്കപ്പും പവറൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഷോക്ക് അബ്സർവാണ് അടിപൊളി. ഏത് നമ്മൾ ഗട്ടറിലും അനായാസമായിട്ട് എടുത്തിട്ട് പോവാം. ചളിയായാലും ഒന്നും പേടിക്കണ്ട. നമ്മൾ ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് ആണ് വണ്ടീൻ്റെ മേലെ വരുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊരു 5 മിനിറ്റ് സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തരണം. അതുകൊണ്ടാണ് കുറച്ച് ചുരുക്കി പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അധികം പോകുന്നില്ല ഞാൻ. പക്ഷേ KTM-ഉം ഹിമാലയനും എല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടി ഓടിക്കാൻ. പിന്നെ പ്രൈസ് വൈസും അവർ പറഞ്ഞത് 1.75 ലാക്കോ മറ്റാണ് ബാംഗ്ലൂർ ഓൺ റോഡ് പ്രൈസ്. ഏകദേശം കുഴപ്പമില്ല. ആ പ്രൈസിന് ഭയങ്കര നല്ല വർത്താണ് വണ്ടി. പിന്നെ ബാക്കിയുള്ള ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ബ്രൈറ്റ്നസ് ഒന്ന് ചെക്ക് ചെയ്യിച്ചാൽ. പിന്നെ എനിക്ക് ഈ ഇൻഡിക്കേറ്ററൊക്കെ കുറച്ച് LED അല്ല വരുന്നത്, പക്ഷേ ഹെഡ്ലൈറ്റൊക്കെ LED വരുന്നത്. ആ ഒരു സീനേ ഉള്ളൂ. ഇൻഡിക്കേറ്ററും കൂടി LED ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എൻജിനും പിന്നെ ബിൽഡ് ക്വാളിറ്റിക്ക് കുഴപ്പമില്ല. വേണ്ട സ്ഥലത്ത് അവർ അത്യാവശ്യം നല്ല സ്ട്രോങ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉള്ളിൽ ചില പാർട്ടുകൾ മാത്രം കുറച്ച് ഒരു തിൻ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊഴിച്ചാൽ ബാക്കിയുള്ള വേണ്ട സ്ഥലത്തൊക്കെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ഇതൊക്കെ വേറെ പുതിയ മേടിക്കേണ്ടി വരും, കുറച്ചും കൂടി ഹൈറ്റ് കൂടിയത്. ടൂറിംഗ് ഒക്കെ പോകാൻ അത്യാവശ്യം വലിയ തന്നെ വേണ്ടി വരും. പിന്നെ സീറ്റും അത്യാവശ്യം നല്ല കുഷ്യനുള്ള സീറ്റാണുള്ളത്, കുഴപ്പമില്ലാത്ത സീറ്റാണുള്ളത്. പിന്നെ ഇത് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലേറ്റ് വെക്കാം, വേണമെങ്കിൽ എക്സ്ട്രാ പ്ലേറ്റ് വെക്കാം. ഇതൊക്കെ അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ് വണ്ടീൻ്റെ. സൈലൻസർ കുറച്ച് മേലോട്ടുള്ള, അപ്പം അത്യാവശ്യം വെള്ളത്തിൽ കൂടി പോകാനും വലിയ സീൻ ഉണ്ടാവില്ല. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് 3 കളറാണ് അവൈലബിൾ ഉള്ളത്. ഒരു ബ്ലൂവും ബ്ലാക്കും പിന്നെ വൈറ്റും ഈ നീലിയും ഈ കളർ തന്നെ. പിന്നെയുള്ളത് ഒരു റെഡ് കളറും റെഡിൽ വൈറ്റാണ് തോന്നുന്നു വരുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലൂവും ബ്ലാക്കും അടിപൊളിയാണ്. പിന്നെയുള്ള വൈറ്റും അടിപൊളിയാണ്. വൈറ്റ് കുറച്ച് എടുത്ത് കാണിക്കും, അതാണ് വൈറ്റിൻ്റെ ഒരു ഗുണം. കുറച്ച് വലുതായിട്ട് കാണിക്കും. പിന്നെ ബാക്കിയുള്ള എക്സ്ട്രാ ഫിറ്റൊക്കെ നമ്മളെ ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ ക്രാഷ് ഗാർഡൊക്കെ ഇത് കമ്പനിയിൽ വരുന്നതാണ്.
ഇത് മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല അടിപൊളി ക്രാഷ് കാർഡ് ഫിറ്റ് ആക്കണം. പിന്നെ സഡിൽസ് അതൊക്കെ ഫിറ്റ് ആക്കണമെന്നുണ്ട്. അതൊക്കെ വണ്ടി വാങ്ങിയതിന് ശേഷം അപ്പം ഒന്നിക്കൽ ഇന്ന് തന്നെ ഇതിൻ്റെ അഡ്വാൻസ് കുറച്ച് ടോക്കൺ പോലെ അഡ്വാൻസ് കൊടുത്തിട്ട് വണ്ടി ബുക്ക് ചെയ്യണം. പിന്നെ അതിനുശേഷം പോയി വാങ്ങണം. വണ്ടി അപ്പം എങ്ങനെയാലും സൂപ്പറാണ്. പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ചിലവർ കുറേ നെഗറ്റീവൊക്കെ ഉണ്ട്. വണ്ടിക്ക് ശരിക്കും നെഗറ്റീവ് ഉണ്ടെന്ന് തോന്നുന്നു. ചില മൈനറായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊക്കെ കുറച്ച് ലൂസാണ്. ഇതൊക്കെ കുറച്ച് ചെറിയ ലൂസാണ്. പക്ഷെ ഇങ്ങനെ തന്നെ കമ്പനിയിൽ നിന്ന് വരുന്നത്. വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ കാണുന്നില്ല. നെഗറ്റീവ് കുറേ പോസിറ്റീവുള്ള ഈ വണ്ടീനെ പറ്റിയിട്ട്. പിന്നെ ചിലവർ യൂട്യൂബിൽ നെഗറ്റീവ് ഇടുന്നുണ്ട്. അതൊക്കെ വളരെ മൈനറാണ്. ഈ ഓയിൽ ലീക്കൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ എനിക്കൊരു 1% മാത്രമേ അങ്ങനെയൊക്കെ സാധ്യതയുള്ളൂ. എഞ്ചിൻ ഓയിൽ ലീക്ക് ആവുന്നതൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതൊഴിച്ച് എനിക്ക് അത്യാവശ്യം നല്ല വണ്ടിയാണ്. പിന്നെ ഒരാൾ ഭാഗ്യം പോലെ എനിക്ക് വാങ്ങിയതിന് ശേഷം എങ്ങനെയാണ് എൻ്റെ വണ്ടീൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്നും കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ ഒക്കെ ഭാഗ്യം പോലെ എനിക്ക്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.